മിമിക്രിയിലെ പുരുഷാധിപത്യം തകർത്ത ലേഡി സൂപ്പർ സ്റ്റാറാണ് നമ്മുടെയെല്ലാം സുബി സുരേഷ്. സുബി സുരേഷ് എന്നേക്ക് വിട പറഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. ടെലിവിഷൻ ചാനലുകളിലും സ്റ്റേജുകളിലുമായി നിരവധി വേഷങ്ങളിലൂടെ ആരാധകരുടെ ഇഷ്ടതാരമായി മാറിയ നടി കൂടിയാണ് സുബി. തനിക്ക് കോമഡി മാത്രമല്ല അഭിനയവും അനായാസം ചെയ്യാമെന്ന് കാട്ടിത്തന്നൊരു നടി കൂടിയാണ്. കൈരളിയിലെ ടിവിയിലെ നിരവധി പരിപാടികളിൽ അവതാരികയായും അഭിനേത്രിയായും സുബി എത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിലും ധാരാളം സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട് സുബി. സ്റ്റേജിൽ തിളങ്ങിയ സുബി പിന്നീട് സിനിമയിലെത്തി. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനമാണ് അഭിനയിച്ച ആദ്യ ചിത്രം. എൽസമ്മ എന്ന ആൺകുട്ടി, പഞ്ചവർണ്ണ തത്ത, ഡ്രാമ, ഹാപ്പി എന്നിങ്ങനെ ഒരുപാട് ചിത്രങ്ങളിലാണ് സുബി സുരേഷ് വേഷമിട്ടിരിക്കുന്നതും. സുബി സുരേഷ് യാത്രയായിട്ട് ഇപ്പോൾ ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ വേളയിൽ ടിനി ടോം പങ്കുവച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ടിനി ടോം പറയുന്നത് ഇങ്ങനെ: തൻ്റെ സുഹൃത്തും സഹോദരിയുമായ സുബി ഈ ലോകത്തിൽ ഇല്ലെന്ന് വിശ്വസിക്കാൻ ടിനി ടോമിന് ഇപ്പോഴും ആയിട്ടില്ല. സുബിയുടെ നമ്പർ ഇപ്പോഴും ഫോണിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്നും അതിൽ നിന്ന് വരുന്ന മെസ്സേജുകളും കോളുകളും ഇല്ലെങ്കിലും അവളൊരു യാത്രയിലാണെന്ന് താൻ വിചാരിച്ചോളാം എന്നാണ് ടിനി ടോം എഴുതിയിരിക്കുന്നത്. സുബി സഹോദരി, നീ പോയിട്ട് ഒരു വർഷമാകുന്നു. ഫോണിൽ നിന്നും നിൻ്റെ പേര് ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വരുന്ന നിൻ്റെ മെസ്സേജുകളും കോളുകളും ഇല്ലെങ്കിലും നീ ഒരു വിദേശയാത്രയിലാണെന്ന് ഞാൻ വിചാരിച്ചു കൊള്ളാം. നിന്നെ ആദ്യമായി ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നു. നിൻ്റെ അവസാന യാത്രയിലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. വളരെ വികാരഭരിതമായൊരു കുറിപ്പാണ് ടിനി ടോം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും. ഇതിൽ നിരവധി കമൻറ്റുകളുമാണ് താരത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്നതും. സുബി സുരേഷും ടിനി ടോമും തമ്മിൽ വർഷങ്ങളുടെ പരിചയവുമുണ്ട്. ഇരുവരും തൻ്റെ സുഹൃത്തുക്കളുമായിരുന്നു. കരൾ സംബന്ധമായ രോഗത്തെ തുടർന്നാണ് സുബി മരിച്ചത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. സുബിയുടെ അമ്മയുടെ സഹോദരിയുടെ മകൾ കരൾ ദാനം ചെയ്യാൻ തയ്യാറായി. എന്നാൽ അതിന് കാത്തു നിൽക്കാതെ സുബി യാത്ര പറയുകയായിരുന്നു. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.